VSM ആശുപത്രിയും വൈക്കം സേവാഭാരതിയും SNDP 110 നമ്പർ ശാഖായോഗവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആറാട്ടുകുളങ്ങര 110 നമ്പർ ശാഖായോഗം പ്രാർത്ഥനാ ഹാളിൽ SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ MP സെൻകുമാർ ഭദ്രദീപം കൊളുത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈക്കത്തിൻ്റെ ഒരു മുഖമുദ്രയായി VSM മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ സാധ്യതകൾ നാളുകളിൽ വൈക്കത്തുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രോജക്റ്റുകളൊക്കെ VSM മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് അവർക്ക് ഇനിയും വലിയ രീതിയിൽ വൈക്കത്ത് ഉയർന്നു വരുവാനും വൈക്കത്തെ ആരോഗ്യരംഗത്ത് വൈക്കത്തെ ജനങ്ങളുടെ ആരോഗ്യ രംഗത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ നാളുകളിൽ കഴിയും. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഈ VSM ഹോസ്പിറ്റലിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. VSM ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റി ശ്രീ PMG സോമനാഥ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തുമുള്ള വ്യക്തികൾക്ക് ആരോഗ്യകാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ പരിപാടി. അതേപോലെ തന്നെ സേവന പ്രവർത്തനങ്ങളിൽ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. തുടങ്ങിയത് 2000 ആണ്ട് ജൂലൈ മാസം 14-ാം തീയതി ആണ്. ആ വർഷം തന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ. അപ്പോഴേ സർക്കാരിൻ്റെ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന വ്യക്തികൾക്ക് നമ്മൾ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് മരുന്നുകൾ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. മരുന്ന് കൊടുക്കുക മാത്രമല്ല, അവർക്ക് ഒരിടത്ത് ചെന്നപ്പോഴവിടെ അവർക്ക് ആഹാരത്തിന് അരിയും ഒക്കെ കളക്ടർ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വെച്ച് കഴിക്കാൻ വിറകില്ല, എല്ലാം നനഞ്ഞു കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് 1 മണിക്കൂറിനകം അവർക്ക് 2-3 ദിവസത്തേക്കുള്ള വിറക് സംഭരിച്ചു കൊടുത്തു. ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ P പ്രകാശൻ സ്വാഗതം ആശംസിച്ചു. വാർഡ് കൗൺസിലർമാരായ ശ്രീമതി മാധുരി KN, വിജിമോൾ, R അനീഷ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു. സേവാഭാരതി വൈക്കം കമ്മിറ്റി അംഗം ശ്രീ രാധാകൃഷ്ണൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ അതുൽ മോഹൻ, ഡോക്ടർ മീനാക്ഷി നായർ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. VSM ആശുപത്രി PRO KP ഷാജി, ആശുപത്രി ജീവനക്കാരായ മനീഷ, ഗീത T മണിയൻ, രഞ്ജിനി, ലത, സുനിൽകുമാർ ശ്രീ, രാധാകൃഷ്ണൻ, ശ്രീപ്രസാദ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിഷൻ ന്യൂസ്, വൈക്കം.